ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. എപ്പോ? അർദ്ധരാത്രിയായാൽ അള്ളാഹു ഇറങ്ങി വരുന്നു. അപ്പൊ ഭൂമി ഉരുണ്ടതാകുമ്പോ അർദ്ധരാത്രി എന്നത് ഓരോ സ്ഥലത്തും ഓരോ സമയത്ത് വ്യത്യസ്ത സന്ദർഭത്തിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 24 മണിക്കൂറും അർദ്ധരാത്രി ഓരോ ഭാഗത്തുണ്ടാകും. പടച്ചോനാണെങ്കിലോ അർദ്ധരാത്രിയായാൽ തുടങ്ങി ഇറങ്ങൽ. പിന്നെ എപ്പോഴാണ് ഈ അള്ളാഹു കയറല്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മേലെ എന്ത് ബാധ്യത ഉള്ളൂ? അത് വിശ്വസിച്ചാൽ മതി. പിന്നെ അതിനെ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണ്ട, അതെങ്ങനെ അന്വേഷിക്കേണ്ടതില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ പേരോട്ടിനൊക്കെ പോലുള്ള ആൾക്കാർ ശരിയാക്കൾ അവരെന്താ പറയുന്നത്? അള്ളാഹു ഇറങ്ങി വരുന്ന പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഓരോ നാട്ടിലും ഓരോ പോലെയാണ് രാത്രി, അല്ലെ? അമേരിക്കയിൽ രാത്രി വ്യത്യാസം ഉണ്ടാവും, സൗദിയിൽ രാത്രി വ്യത്യാസം ഉണ്ടാവും. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എപ്പോഴും കയറി ഇറങ്ങിയാൽ മാത്രം സമയം ഉണ്ടാവുള്ളൂ എന്ന് പറയും. ഇതെന്താണ്? ഹിദായത്തിന്റെ ആൾക്കാരുടെ കൗലാണ്. അവരെന്ത് ചെയ്യാണ്? ബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. അതിനെന്താണ് മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് അതിന് മറുപടി പറയുന്നുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇറങ്ങി വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അപ്പൊ അള്ളാഹ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? എന്താണ് അതിന്റെ മറുപടി? ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് ഷർഹുൽ വാസ്തിയയിൽ പറയാണ്. അഖീദത്തുൽ വാസ്തിയയിൽ ഉണ്ട്, അതുപോലെ തന്നെ കിതാബ് തൗഹീദിന്റെ ഖൗൽ മുഫീദിന്റെ ഷർഹിലും കാണാം. അദ്ദേഹം പറയാണ് റഹിമഹുല്ലാഹ്, ആമിൻ അവലൻ ബി അന്നല്ലാഹ യൻസിലു ഫി ഹാദൽ വഖ്തിൽ മുഅയ്യൻ. ഈ ഒരു പ്രത്യേക സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും എന്ന് നീ എന്ത് ചെയ്യുക? ആദ്യം വിശ്വസിക്കുക. പിന്നെ പറയാണ് ബിഅന്ന അല്ലാഹ യൻസിലു ഫി ഹാദൽ വഖ്തിൽ മുഅയ്യൻ വഇദാ ആമൻത ലൈസ അലൈക ശൈഉൻ വറാഅ ദാലിക. നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്റെ മേൽ എന്തില്ല? ഒന്നുമില്ല. നീ വിശ്വസിക്കുക. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്നത് എന്ത് ചെയ്യുക? അത് വിശ്വസിക്കുക. നീ വലാ തഖുൽ കൈഫ വകൈഫ്, നീ പറയരുത് അത് ഇതെങ്ങനെ അതെങ്ങനെ, അല്ലാഹു ഇറങ്ങി വന്നാൽ അങ്ങനെ എന്ത് ചെയ്യണ്ട, നീ ചോദിക്കണ്ട. ബൽകുൽ, മറിച്ച് നീ പറയ്, ഇദാ കാന സുലുസുൽ ലൈൽ ഫി സഊദിയ ഫല്ലാഹു നാസിലുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗദി അറേബ്യയിൽ ഇപ്പോ രാത്രിയുടെ അവസാന സമയമാണെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ഇറങ്ങും. വഇദാ കാന ഫി അംരീക സുലുസുൽ ലൈൽ യകൂനു നുസൂലുല്ലാഹി അയ്ദൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി അമേരിക്കയിലെ സുലുസുൽ ലൈൽ ആവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ആ സമയത്ത് ഇറങ്ങും. വഇദാ തലഅൽ ഫജ്റു ഇൻതഹാ വഖ്തുൻ നുസൂൽ ഫി കുല്ലി മക്കാൻ ബിഹസബിഹി. ഫജ്റിന്റെ സമയമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഇറങ്ങി വരുന്നത് അവസാനിക്കും. ഓരോ സ്ഥലത്ത് എങ്ങനെയാണോ ഫജ്റായോ അത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ നീ എന്ത് ചെയ്താൽ മതി? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇറങ്ങി വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചാൽ മതി. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു, ലൈസ കമിസ്ലിഹി ഷൈ. നമ്മൾ ബുദ്ധിയിൽ വരുന്നതാണ് എന്ത്? ഇങ്ങനെ കയറി ഇറങ്ങാൻ. അങ്ങനെ അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെ ഇല്ല. ഇത് അടിസ്ഥാനമായിട്ടുള്ള കായിദാണ്. അസ്മാഉ സിഫാത്തിൽ അടിസ്ഥാനമായിട്ടുള്ള കായിദയാണ് എന്ത് ഈ ആയത്തിലുള്ളത്. അതുപോലെ കിതാബ് തൗഹീദിൽ കാണാം, കിതാബ് തൗഹീദിന്റെ ഷർഹിൽ വല്ലാഹു അസ്സ വജല്ല ലൈസ കമിസ്ലിഹി ഷൈ. അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെ ഇല്ല. വൽ ഹദീസു യദുല്ലു അലാ അന്ന വഖ്തൻ നുസൂലി യൻതഹി ബിതുലൂഇൽ ഫജ്ർ. ഹദീസുകൾ അറിയിക്കുന്നത് ഫജ്ർ ഉദിച്ചു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്നതിന്റെ സമയം കഴിഞ്ഞു എന്നാണ്. വഅലൈനാ അൻ നസ്തസ്ലിം. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് കീഴൊതുങ്ങുക. അത് എന്ത് ചെയ്യുക? കീഴൊതുങ്ങുക. വഅന്നഖുല, എന്നിട്ട് നമ്മൾ പറയും സമിഅനാ വഅതഅനാ വത്തബഅനാ വആമന്ന. നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, ഞങ്ങൾ പിന്തുടർന്നിരിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇതാണ് എന്ത്? നമ്മുടെ ബാധ്യത. ഫഹാദിഹി വദീഫത്തുനാ. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇതാണ് നമ്മുടെ ജോലി. വലാ ലാ നതജാവസുൽ ഖുർആൻ വൽ ഹദീസ്. നമ്മൾ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള അതിന്റെ പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല? പോവില്ല. ഖുർആനിലും സുന്നത്തിലും വന്നത് എന്താണോ അത് വിശ്വസിക്കുക, അത് അനുസരിക്കുക, അതിനെ പിന്തുടരാന്നുള്ളതാണ് നമ്മുടെ ജോലി.